വെള്ളമൊക്കെ കയറുമായിരുന്നു. വെള്ളം കയറുമായിരുന്നു. ഈ മഴ പെയ്യപ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം ഡ്രെയിനേജ് കൊണ്ട് പൊങ്ങും. റോഡിലെ ബ്ലോക്ക് ആകുമ്പോൾ ഇങ്ങനെ അകത്തോട്ട് ഡ്രെയിനേജ് കൊണ്ട് പൊങ്ങും. അങ്ങനെ പിന്നെ ഇതിപ്പോൾ ഇല്ല. ഇപ്പം ഡ്രെയിനേജിൻ്റെ പ്രശ്നമില്ല. അതിനുള്ള എല്ലാം ചെയ്ത സാർ തന്നെയാണ്, ശിവകുമാർ സാറാണ്. ശിവകുമാർ സാറ് തന്നെ പദ്ധതിയെല്ലാം കുഴിച്ചിട്ടതിന് ശേഷം ഞങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തോളണം, ഞാൻ റോഡിലിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എടുത്തത്. കൊച്ചു റോഡായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് വീതി കൂട്ടിയത്. നമ്മുടെ പഴയ ശ്രീകണ്ഠേശ്വരം വാർഡിൻ്റെ ഭാഗമായ പുന്നപുരം കോളനിയിൽ കുറേ റോഡ് സൈഡിൽ കുറേ അധികം വീടുകളുണ്ട്. ഏകദേശം ഒരു 70-75ഓളം വീടുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത്. ആ പ്രദേശത്തിൻ്റെ അവിടെ അതിൻ്റെ പുറകുവശം ഈ ഡ്രെയിനേജ് സിവറേജ് സംവിധാനമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു ജനങ്ങൾ. ഞാനവിടെ പോയി ആ വീടിൻ്റെ പുറകിൽ ഓരോ വീടും സന്ദർശിച്ച് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടെ സമഗ്രമായ ഒരു സിവറേജ് പദ്ധതി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടുത്തെ ആളുകൾക്ക് വലിയ പ്രയോജനം, നഗരത്തിലെ ഹൃദയഭാഗമാണ് അവിടെ, അതവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പുന്നപുരം കോളനിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിലേക്ക്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള റോഡെന്ന് പറയുന്നത് ഈ 42 കിലോമീറ്റർ റോഡ് നഗരത്തിൽ വികസിപ്പിച്ചതിൻ്റെ ഭാഗത്താണ് ഈ ഉപ്പടാമൂട് പാലം മുതൽ പടിഞ്ഞാറേ കോട്ട വരെ ആ റോഡ് വികസിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളം അത് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമൊക്കെ സ്വീകരിക്കാൻ കഴിഞ്ഞത് ആ സമയത്ത്.